നബിദിനത്തിൽ കാസർഗോഡ് നഗരത്തിൽ സംഘർഷാവസ്ഥ. ഒരു പറ്റം യുവാക്കൾ ബൈക്കിൽ കർണ്ടക്കാട് മേഖലയിലേക്ക് പോവുകയും അവിടെ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് എത്തി ലാത്തി വീശി ഓടിക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് ചൂരിയിലെത്തിയ പോലീസ് നബിദിനാഘോഷത്തിന്റെ ഭാഗമായി അലങ്കരിച്ചിരുന്ന തോരണങ്ങളും കൊടികളും നശിപ്പിച്ചു. നബിദിനാഘോഷത്തിന്റെ പേരിൽ ഒരു സംഘം ചെറുപ്പക്കാർ കാസർഗോഡ് കർണ്ടക്കാട് ഭാഗത്ത് ബൈക്കുകളിൽ പോവുകയും സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് എത്തി ലാത്തി വീശി യുവാക്കളെ ഓടിക്കുകയായിരുന്നു. പോലീസ് സംഭവ സമയത്ത് എത്തിയതുകൊണ്ട് ഒഴിവായത് വൻ സംഘർഷാവസ്ഥയാണ്. എന്നാൽ സംഭവത്തെ തുടർന്ന് ചൂരിയിലെത്തിയ പോലീസുകാർ നബിദിനാഘോഷ പരിപാടിയുടെ ഭാഗമായി അലങ്കരിച്ചിരുന്ന തോരണങ്ങളും കൊടികളും പോലീസ് നശിപ്പിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് ലാത്തി വീശി. ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവിനെ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നബിദിനാഘോഷത്തിന്റെ പേരിൽ ഒരു പറ്റം യുവാക്കൾ കർണ്ടക്കാട് മേഖലയിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചതിന്റെ പേരിലാണ് ആക്രമണ സംഭവങ്ങൾ അരങ്ങേറിയത്. ജില്ലയുടെ ക്രമസമാധാനം നിലനിർത്താൻ പോലീസ് ശ്രമിക്കുന്നതിനിടയിലാണ് സംഭവങ്ങളുടെ അരങ്ങേറ്റം. സംഘർഷാവസ്ഥ സൃഷ്ടിച്ച യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്ത് നടപടി ആരംഭിച്ചു. ചൂരിയിലെ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി അലങ്കരിച്ച തോരണങ്ങളും മറ്റും നശിപ്പിച്ചത് പോലീസിന്റെ ക്രൂരതയാണെന്നാണ് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് എടനീർ പബ്ലിക് കേരളയോട് പറഞ്ഞത്. നബിദിന ദിവസമായ ഇന്ന് ചൂരി പ്രദേശത്ത് പോലീസ് കാട്ടിക്കൂട്ടിയ ചില കോപ്രായങ്ങളുണ്ട്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. കാരണം നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഇന്ന് വളരെ നല്ല രീതിയിലാണ് വൈകുന്നേരം വരെ കടന്നു പോയിട്ടുള്ളത്. സമുദായ നേതാക്കളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ വളരെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് പോലീസുമായൊക്കെ സഹകരിച്ചുകൊണ്ട് അവരുടെ യോഗങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ നബിദിനാഘോഷം കാസർഗോഡ് ജില്ലയിൽ നടത്തുന്നതിനുള്ള സംവിധാനമുണ്ടാക്കിയിരുന്നു. നിർഭാഗ്യവശാൽ വൈകുന്നേരം എന്തോ ചില സംഭവമുണ്ടായി എന്നതിൻ്റെ പേരിൽ ഒരു നാട്ടിൽ വന്നുകൊണ്ട് പോലീസ് ഇവിടുത്തെ വാഹനങ്ങളും അതുപോലെ തന്നെ ഇവിടെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച കൊടി തോരണങ്ങളുമൊക്കെ തകർക്കുന്നതും പിച്ചിച്ചീന്തുന്നതും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഞങ്ങൾ അക്രമത്തെയോ അല്ലെങ്കിൽ ഈ ആഘോഷത്തിൻ്റെ മറവിൽ നടക്കുന്ന അനാചാര പ്രവർത്തനങ്ങളെയോ ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. 100% അതിനെതിരാണ്. അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഒരിക്കലും ഞങ്ങൾ എടുക്കുകയുമില്ല. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. കാരണം ഇത് ആദ്യത്തെ സംഭവമല്ല. പലപ്പോഴും ഇപ്പോൾ പോലീസ് സ്വീകരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ഈ നശീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. അതേസമയം കർണ്ടക്കാട് മേഖലയിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചവരെ പിടികൂടാനും ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ജില്ലയുടെ ക്രമസമാധാനം നിലനിർത്താൻ അധികൃതർ കടുത്ത രീതിയിൽ പരിശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ അരങ്ങേറ്റം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.